ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാക്കാനും മനോഹരമായി സംസാരിക്കാനും സഹായിക്കുന്ന അഡ്വാൻസ്ഡ് ന്യൂസ് പേപ്പർ വൊക്കാബുലറി പ്രാക്ടീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണയായിട്ട് പത്രങ്ങളിലും ഇംഗ്ലീഷ് പുസ്തകങ്ങളിലും കാണുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാക്കുകളാണ്. ഈ സീരീസ് നിങ്ങളെ തീർച്ചയായും ഇംഗ്ലീഷ് പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളോ പുസ്തകങ്ങളോ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ സീരീസ് നിങ്ങളെ സഹായിക്കും. ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന പല വാക്കുകളും നിങ്ങൾക്ക് ഒരു പക്ഷേ പുതിയ വാക്കുകളായിരിക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ വാക്കുകൾ പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ വാക്കുകൾ ദയവായി കമൻറ്റിൽ അറിയിക്കുക. ഈ 10 വാക്കുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ 10 പദങ്ങൾ സാധാരണയായിട്ട് പത്രങ്ങളിലും പുസ്തകങ്ങളിലും കാണുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതാണിത്. ഒന്നാമത്തെ വാക്ക് കൻറ്റാങ്കരസ്. രണ്ടാമത്തെ വാക്ക് റീറ്ററേറ്റ്. മൂന്നാമത്തെ വാക്ക് ഇൻഫിൽട്രേറ്റ്. നാലാമത്തെ വാക്ക് മെനസ്. അഞ്ചാമത്തെ വാക്ക് വാൻഡലൈസ്. ആറാമത്തെ വാക്ക് സ്ട്രിഞ്ചൻറ്റ്. ഏഴാമത്തെ വാക്ക് എൻഫോഴ്സ്. എട്ടാമത്തെ വാക്ക് സേർച്ച്. ഒമ്പതാമത്തെ വാക്ക് ഡിബേക്കിൾ. പത്താമത്തെ വാക്ക് എക്സൂം. അപ്പോൾ ഒന്നാമത്തെ വാക്ക് കെൻറ്റാങ്കരസ്. ഇതിനർത്ഥം കലഹപ്രിയനായ, ദുസ്വഭാവമുള്ള, മുരട്ടു സ്വഭാവമുള്ള, ദുർമുഖം കാണിക്കുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ഐ ആം എഗെയിൻസ്റ്റ് കെൻറ്റാങ്കരസ് പൊളിറ്റിക്സ്. കെൻറ്റാങ്കരസ് പൊളിറ്റിക്സ് എന്നാൽ കലഹപ്രിയമായ രാഷ്ട്രീയം. എഗെയിൻസ്റ്റ് എന്നാൽ എതിര്. ഐ ആം എഗെയിൻസ്റ്റ്, ഞാൻ എതിരാണ്. കൻറ്റാങ്കരസ് പൊളിറ്റിക്സ്, കലഹപ്രിയമായ രാഷ്ട്രീയത്തിന് ഞാൻ എതിരാണ്. രണ്ടാമത്തെ വാക്ക് റീട്രേറ്റ്. ഇതിനർത്ഥം ഊട്ടി ഉറപ്പിക്കുക, തുടരെ ആവർത്തിക്കുക, പറഞ്ഞതു തന്നെ പറയുക, വീണ്ടും വീണ്ടും പറയുക, പ്രവൃത്തി, വാക്ക്, ക്രിയ തുടങ്ങിയവ പലതവണ ആവർത്തിക്കുക. ദ ടീച്ചർ നീഡ്സ് ടു റീട്രേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ടെസ്റ്റ്. ദ ടീച്ചർ നീഡ്സ് ടു റീട്രേറ്റ്. ടീച്ചർ വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട്. ദ ഇമ്പോർട്ടൻസ് ഓഫ്, പ്രാധാന്യം എന്തിൻ്റെ? കോൺസെൻട്രേറ്റിംഗ് ഓൺ ടെസ്റ്റ്, പരീക്ഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ. കോൺസെൻട്രേറ്റിംഗ് എന്നാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ. അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ടീച്ചർ വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട്, ആവർത്തിച്ചു പറയേണ്ടതുണ്ട്. റീട്രേറ്റ്, ആവർത്തിച്ചു പറയുക, ആവർത്തിക്കുക. മൂന്നാമത്തെ വാക്ക് ഇൻഫിൽട്രേറ്റ്. ഇതിനർത്ഥം നുഴഞ്ഞു കയറുക, ചോരുക, വ്യാപിപ്പിക്കുക, വെള്ളം അരിച്ചു കടക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വാട്ടർ ക്യാൻ ഈസിലി ഇൻഫിൽട്രേറ്റ് ദ സോയിൽ. സോയിൽ എന്നാൽ മണ്ണ്. മണ്ണിനുള്ളിലേക്ക് ജലത്തിന് ഈസിയായിട്ട്, നിഷ്പ്രയാസം കടന്നു കയറാൻ സാധിക്കും, നുഴഞ്ഞു കയറാൻ സാധിക്കും. മറ്റൊരു രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതിനും ഇൻഫിൽട്രേറ്റ് തന്നെയാണ് ഉപയോഗിക്കുക. ഇൻഫിൽട്രേറ്റ്, നുഴഞ്ഞു കയറുക. നാലാമത്തെ വാക്ക് മെനസ്. ഇതിനർത്ഥം ഭീഷണി, ഉപദ്രവം, ശല്യം, അപകടമോ മഹാശല്യമോ ആയ ആളോ വസ്തുവോ, ഇതൊക്കെയാണ് അർത്ഥം. മെനസ്, ഭീഷണി, ശല്യം. റെയിൻ മെനസ് ഇൻ കേരള. മഴ ഭീഷണി കേരളത്തിൽ മഴ ഭീഷണി. ഹോളിഡേ വാസ് ഡിക്ലയേർഡ് ഫോർ സ്കൂൾസ് അംഗൻവാടീസ് ഇൻ കേരള. ഹോളിഡേ വാസ് ഡിക്ലയേർഡ്, അവധി പ്രഖ്യാപിച്ചു. ഫോർ സ്കൂൾസ്, അംഗൻവാടികൾക്കും സ്കൂളിലും. ഇൻ കേരളത്തിൽ മഴ ഭീഷണി കാരണം കേരളത്തിൽ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും അവധി പ്രഖ്യാപിച്ചു. അഞ്ചാമത്തെ വാക്ക് വാൻഡലൈസ്. ഇതിനർത്ഥം നശിപ്പിക്കുക, പൊതുസ്വത്തോ സ്വകാര്യ സ്വത്തോ മനഃപൂർവ്വം നശിപ്പിക്കുക, സർവനാശ സ്വഭാവം ഉണ്ടാക്കുക. കേരള മാൻ വാൻഡലൈസ്ഡ് വില്ലേജ് ഓഫീസ്. കേരളത്തിലെ ഒരു പുരുഷൻ വില്ലേജ് ഓഫീസ് തകർത്തു, നശിപ്പിച്ചു. ആറാമത്തെ വാക്ക് സ്ട്രിഞ്ചൻറ്റ്. ഇതിനർത്ഥം കർശനമായ, അയവില്ലാത്ത, അലംഘനീയമായ, കഠിനകൃത്യമായ, ദൃഢമായ. യു പി അസംബ്ലി പാസ്സാക്കി, ബില്ല് പാസ്സാക്കി. വിത്ത് സ്ട്രിഞ്ചൻറ്റ് അമെൻമെൻറ്റ്. സ്ട്രിഞ്ചൻറ്റ് എന്നാൽ കർശനമായ, അയവില്ലാത്ത. അമെൻമെൻറ്റ് എന്നാൽ ഭേദഗതി എന്നാണ് അർത്ഥം. അമെൻമെൻറ്റ്സ്, ഭേദഗതികൾ. ടു ആൻറ്റി കൺവേർഷൻ ലോ. കൺവേർഷൻ എന്നാൽ മതപരിവർത്തനം. ഈ മതപരിവർത്തനത്തിന് എതിരായിട്ട്
അതിന് ആ നിയമങ്ങളിൽ എന്താണ് UP അസംബ്ലി കർശനമായിട്ടുള്ള ബില്ല് ഭേദഗതി തിരുത്ത് പാസ്സാക്കി. UP അസംബ്ലിയിൽ ബില്ല് പാസ്സാക്കി. കർശനമായിട്ടുള്ള ഭേദഗതിയോടുകൂടി ഈ മതപരിവർത്തനത്തിന് നിർബന്ധിത മതപരിവർത്തനമാണ്. അതിനെതിരെ സ്ട്രിഞ്ചൻറ്റ് അമെൻമെൻറ്റ്സ് എന്താണ് അയവില്ലാത്ത ദൃഢമായിട്ടുള്ള ഭേദഗതികൾ പാസ്സാക്കി. എൻഫോഴ്സ് എന്നാൽ നിർബന്ധിക്കുക, നടപ്പിലാക്കുക, സമർത്ഥിക്കുക, അടിച്ചേൽപ്പിക്കുക, അനുഷ്ഠിപ്പിക്കുക, ബലം പ്രയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ നടപ്പിൽ വരുത്തുക. ഇതൊക്കെയാണ് അർത്ഥം. ന്യൂ ലോസ് പുതിയ നിയമങ്ങൾ എൻഫോഴ്സ്ഡ് നടപ്പിലാക്കി. ടു പ്രിവെൻറ്റ് തടയാൻ വേണ്ടി. മോബ് ലിഞ്ചിങ് എന്നാൽ നിയമം നോക്കാതെ ശിക്ഷിക്കുക എന്നാണ് അർത്ഥം. ജനക്കൂട്ടം കയ്യേറ്റമായി ശിക്ഷ നടത്തുക. എന്താണ് ജനങ്ങൾ കൂട്ടം കൂടിയിട്ട് ഒരാളെ മർദ്ദിക്കുക, ജനങ്ങൾ തന്നെ ശിക്ഷ നടപ്പാക്കുക. അത് തടയാൻ വേണ്ടിയിട്ട് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കി. 8ാമത്തെ വാക്ക് സർജ്. ഇതിനർത്ഥം അലയടിക്കുക, തിരയടിക്കുക, കുതിച്ചുയരുക. ഇതൊക്കെയാണ് അർത്ഥം. അൺഎക്സ്പെക്റ്റഡ് ഒരു പ്രതീക്ഷിക്കാത്ത. അൺഎക്സ്പെക്റ്റഡ് എന്നാൽ ആകസ്മികമായ, അപ്രതീക്ഷിതമായ. അൺഎക്സ്പെക്റ്റഡ് ഒരു അപ്രതീക്ഷിതമായ സർജ് കുതിച്ചുയരൽ, വർദ്ധിക്കൽ. ഇൻ ഇലക്ട്രിക്കൽ പവർ വൈദ്യുതി പ്രവാഹത്തിലുണ്ടായ ഒരു പ്രതീക്ഷിക്കാത്ത വർധനവ്, കുതിച്ചുയരൽ. കോസ് എന്നാൽ കാരണമാകുക എന്നാണ് അർത്ഥം. കോസ്റ്റ് കാരണമായി. ദ കമ്പ്യൂട്ടർ ടു ക്രാഷ് എന്നാൽ പ്രവർത്തനം നിൽക്കുക എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ തകർന്നു വീഴുക. ഇതൊക്കെയാണ് അർത്ഥം. പ്രവർത്തനരഹിതമാക്കുക. പെട്ടെന്നുള്ള വൈദ്യുതിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വർധനവ്, സർജ് അതാണ് വർധനവ്. എന്താണ് അത് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം നിലക്കുന്നതിന് കാരണമായി, അതിലേക്ക് നയിച്ചു. 9ാമത്തെ വാക്ക് ഡിബാക്കിൾ. ഇതിനർത്ഥം പെട്ടെന്നുള്ള പതനം എന്നാണ് അർത്ഥം. ദ കെയർഫുള്ളി പ്ലാൻഡ് ഓപ്പറേഷൻ. കെയർഫുള്ളി എന്നാൽ ശ്രദ്ധയോടെ പ്ലാൻ ചെയ്ത. ഓപ്പറേഷൻ എന്നാൽ സൈനിക നീക്കം അല്ലെങ്കിൽ ഉദ്യമം. അതെന്താണ് ടേൺഡ് വഴിമാറി അല്ലെങ്കിൽ ആയി മാറി ഇൻടു എ കംപ്ലീറ്റ് ഡിബാക്കിൾ. കംപ്ലീറ്റ് ഡിബാക്കിൾ എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ച. അതിലേക്ക് വഴിമാറി. ശ്രദ്ധയോടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സൈനിക നീക്കം ഒരു പരാജയത്തിലേക്ക് വഴിമാറി, പരാജയമായിട്ട് മാറി. ഡിബാക്കിൾ പരാജയം, പെട്ടെന്നുള്ള പതനം. 10ാമത്തെ വാക്ക് എക്സ്യൂം. ഇതിനർത്ഥം പരസ്യമാക്കുക, വെളിച്ചത്താക്കുക. മറ്റൊരർത്ഥം ശവം തോണ്ടുക, കുഴിച്ചിട്ട ശവത്തെ തോണ്ടിയെടുക്കുക. ഡ്യൂറിങ് ദ ഇൻക്വയറി അന്വേഷണത്തിനിടയിൽ. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ, അന്വേഷണത്തിനിടയിൽ. ദ പോലീസ് എക്സ്യൂംഡ് കുഴിച്ചെടുത്തു 3 ബോഡീസ് 3 ശവങ്ങൾ. അന്വേഷണത്തിനിടയിൽ പോലീസ് 3 ശവങ്ങൾ കുഴിച്ചെടുത്തു. എക്സ്യൂം കുഴിച്ചെടുക്കുക. അന്വേഷണത്തിനിടയിൽ പോലീസ് 3 ശവങ്ങൾ കുഴിച്ചെടുത്തു. ഈ 10 പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇന്ന് പഠിച്ചത്. കൻറ്റാങ്കറസ് കലഹപ്രിയനായ, ദുസ്വഭാവമുള്ള, മുരട്ടു സ്വഭാവമുള്ള, ദുർമുഖം കാണിക്കുന്ന. റീട്രേറ്റ് ഊട്ടിയുറപ്പിക്കുക, തുടരെ ആവർത്തിക്കുക, പറഞ്ഞതു തന്നെ പറയുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക. ഇൻഫിൽട്രേറ്റ് നുഴഞ്ഞു കയറുക, വ്യാപിപ്പിക്കുക, ചോരുക. മെനസ് ഭീഷണി, ശല്യം. വാൻഡലൈസ് സർവവും നശിപ്പിക്കുക, പൊതുസ്വത്തോ സ്വകാര്യ സ്വത്തോ മനഃപൂർവ്വം നശിപ്പിക്കുക, സർവനാശ സ്വഭാവമുണ്ടാക്കുക. സ്ട്രിഞ്ചൻറ്റ് അയവില്ലാത്ത, കഠിനമായ, കർശനമായ. എൻഫോഴ്സ് നടപ്പിലാക്കുക, സമർത്ഥിപ്പിക്കുക, അനുഷ്ഠിപ്പിക്കുക, ബലം പ്രയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ നടപ്പിൽ വരുത്തുക. എൻഫോഴ്സ്. സർജ് അലയടിക്കുക, കുതിച്ചുയരുക, തുളച്ചു കയറുക. ഡിബാക്കിൾ പെട്ടെന്ന് അടിഞ്ഞു തകരൽ, പെട്ടെന്നുള്ള പതനം. എക്സ്യൂം പരസ്യമാക്കുക, വെളിച്ചത്താക്കുക, ശവം തോണ്ടുക, കുഴിച്ചിട്ട ശവത്തെ തോണ്ടിയെടുക്കുക. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട സെൻറ്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഓരോ വാക്കുകൾ പഠിക്കുന്നതിന് പകരമായിട്ട് ഓരോ സെൻറ്റൻസുകൾ പഠിക്കാൻ ശ്രമിക്കുക.